Okay. Tell me more. എല്ലാവർക്കും പ്രിയ ജോജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ഫുൾ വ്ലോഗായിട്ട് ഈ ക്യാമറ വീണ്ടും എടുത്തത്. ന്യൂസിലൻഡിലൊക്കെ ആണെങ്കിലും നഴ്സിംഗ് പ്രൊഫഷൻ അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ പഠിത്തവും കുറേ റെസ്പോൺസിബിലിറ്റീസും, അതുകൊണ്ട് ഫുൾ വ്ലോഗ് ഒന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. പക്ഷേ അതെല്ലാമൊക്കെ ഒന്ന് തീർന്നൊന്ന് റിലാക്സ് ആയപ്പോൾ ഓർത്ത് വീണ്ടും മെമ്മറീസ് കളക്ഷൻ തുടങ്ങാമെന്ന്. ഇന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ 14th വെഡ്ഡിങ് ആനിവേഴ്സറി. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പോകുന്നത് പ്ലൈമൗത്ത് ഇൻ്റർനാഷണലിലുള്ള ഓറഞ്ചറി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ന്യൂസിലൻഡിലൊക്കെ ആണെങ്കിലും സത്യം പറഞ്ഞാൽ നാടൻ ഭക്ഷണങ്ങളോട് മാത്രമാണ് ഇന്നും അന്നും ക്രേസ്. എന്താണെങ്കിലും വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയതുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് ഇവിടെ സ്പെഷ്യലെന്ന്. റീൽസിലൊക്കെ കാണുന്ന പോലെ ഒരു ആംബിയൻസിന് വേണ്ടി വെളിയിലത്തെ ടേബിൾ തന്നെയാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തത്. പിള്ളേർ സെറ്റ് ഹാപ്പി ആയിരുന്നു, കാരണം ചെന്നപ്പോൾ എന്തൊക്കെയോ വരയ്ക്കാനും എഴുതാനും ഒക്കെ കിട്ടിയതുകൊണ്ട് അവർ ഹാപ്പി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഓറഞ്ചറിയുടെ മെനു കണ്ടപ്പോഴത്തേക്കിന് കാര്യമായിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ലെങ്കിലും എൻ്റെ മനസ്സിലൂടെ കപ്പ ബിരിയാണിയും പൊതിച്ചോറും അല്ല നാടൻ ഐറ്റംസാണ് എൻ്റെ ഫേവറേറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പരിപാടി പുള്ളിയെ ഏൽപ്പിച്ചു. പക്ഷെ നാടൻ ഐറ്റംസ് ഒക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലൂടെ തോന്നിക്കൊണ്ടിരുന്നത്. എന്താണേലും ആനിവേഴ്സറി സ്പെഷ്യലല്ലേ, ഒരു കൈ നോക്കാം. ഹാപ്പി ആനിവേഴ്സറി. ഓറഞ്ചറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഷെഫ് ലൈവായിട്ട് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. ഈ ടേബിളുമായിട്ട് ഷെഫ് വന്നപ്പോൾ തന്നെ ഷെഫിന് മനസ്സിലായി, ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ നാടനാണ് നമ്മുടെ മെയിൻ ഐറ്റം, എന്നാലും നമുക്കൊന്ന് നോക്കാം. ഈ സമയത്ത് ഷെഫ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലൂടെ നമ്മുടെ ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അങ്ങനെ 1000 പൊടികൾ നമ്മൾ നിരത്തി വെച്ചിട്ടുള്ള കുക്കിംഗ് ആയിരുന്നു ഓർമ്മ വന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോസും അതേപോലെ തന്നെ ഗാർലിക്കും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഷെഫ് എന്തൊക്കെയോ ഉണ്ടാക്കുന്നത്. എന്താണേലും ഞാനും ആ സൈഡിൽ ഇതെല്ലാം ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം. നമ്മൾ മെയിനായിട്ട് പ്രോൺസിൻ്റെ ഒരു ഐറ്റം ആയിരുന്നു പറഞ്ഞിരുന്നത്, അതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ഷെഫ് ഇപ്പം അതാണ് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാനും ഈ സൈഡിലുണ്ട് എന്താണ് എന്നാന്നൊക്കെ ഒന്ന് നോക്കി പഠിക്കാമല്ലോ. എന്നും നമ്മൾ നാടൻ ഐറ്റം അല്ലേ, അപ്പം നമുക്ക് കൂടെ കാണാമല്ലോ. ഷെഫ് ഏതായാലും എന്നോട് ഈച്ച് ആൻഡ് എവറിത്തിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, എന്തൊക്കെ ഒഴിക്കണമെന്നും എന്തൊക്കെയാണ് ഐറ്റംസ് യൂസ് ചെയ്യുന്നെങ്കിലും. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷെഫായിരുന്നു. അവിടെ വന്നിട്ട് നമ്മളോട് എനിക്ക് ഏറ്റവും ഇസഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും അതൊക്കെ ചോദിക്കാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനോർത്ത് എന്ത് പ്രൊഫഷണലായിട്ടാണ് ഇവരൊക്കെ കുക്ക് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ ചുറ്റും കുറേ പൊടികളും കുറേ പാത്രങ്ങളും കുറേ ടവൽസും അങ്ങനെ ഏതായാലും കഥയും സ്റ്റോറിയൊക്കെ പറഞ്ഞുകൊണ്ട് ഷെഫിനും നേരം പോക്കുണ്ടായിരുന്നു, കേട്ടിരുന്ന ആ ജോജി ചാച്ചനും നേരം പോക്കുണ്ടായിരുന്നു, എനിക്കും നേരം പോക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സാധനം ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഥയെല്ലാം ഞാനിവിടെ പറയുന്നത് എന്തിനാണെന്നല്ലേ ഇപ്പം നിങ്ങൾ കേൾക്കുന്നവർ വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ലൈഫിലെ ഓരോ മെമ്മറീസാണ്. നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോഴത്തേനും നമ്മൾ അന്ന് പോയ കാര്യങ്ങളും ഇതൊക്കെ ഓർക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കുക്കിംഗ് വ്ലോഗിൽ ഷെഫിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാനും ഉണ്ട് കേട്ടോ. ഷെഫ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു സ്റ്റുഡൻറ്റിനെ പോലെ നിന്ന് ഞാൻ അനുസരിക്കുന്നുണ്ടായിരുന്നു.
14th വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ടുള്ള ഡിന്നർ ഡേറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാം. നമ്മളെത്തുന്നതിന് മുമ്പ് നമ്മൾ പ്രതീക്ഷിച്ച നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ് സർപ്രൈസ് ആയിട്ട് വീടിന് വെളിയിൽ ഹാപ്പി ആനിവേഴ്സറി. യൂട്യൂബിൽ വരും ചിരിച്ചോ, നിങ്ങളെ സിനിമയിലെടുത്തു. അങ്ങനെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി വളരെ ഭംഗിയോടെ ആഘോഷിക്കാൻ പറ്റി. അതിന് ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഞാനിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ ബൈ.